പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന BSF ജവാനെ മോചിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30 അട്ടാരി അതിർത്തിയിലൂടെയാണ് പാക് റേഞ്ചർ BSFന് പൂർണം കുമാർ ഷായെ കൈമാറിയത്. സൈനികതല ചർച്ചകളെ തുടർന്ന് യുദ്ധമുഖത്ത് നിന്ന് സേനകളെ വെട്ടിച്ചുരുക്കാൻ ഇരു രാജ്യങ്ങളും ഒരുങ്ങുന്നു എന്നും റിപ്പോർട്ട്. പാക് റേഞ്ചേഴ്സുമായി BSF നിരന്തരം നടത്തിയ ഫ്ലാഗ് മീറ്റിംഗുകളാണ് PK ഷായുടെ മോചനത്തിലേക്ക് വഴിവെച്ചത്. കേന്ദ്ര സർക്കാരും പാകിസ്ഥാനുമായി ജവാന്റെ മോചന വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്നു രാവിലെ 10:30 PK ഷാ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഏപ്രിൽ 23-നായിരുന്നു ജവാൻ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത്. കർഷകർക്കൊപ്പം നീങ്ങവേ ഷാ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്നതോടെ പാക് സേന പിടികൂടി. സംഘർഷം മൂർച്ഛിച്ചതോടെ മോചനം ദുഷ്കരമായെങ്കിലും നിരന്തരമുള്ള ചർച്ചകൾ ഒടുവിൽ ഫലം കണ്ടു. 21 ദിവസങ്ങൾക്ക് ശേഷം ജവാൻ ഇന്ത്യയിൽ മടങ്ങിയെത്തി. പാക് റേഞ്ചറെയും ഇന്ത്യ മോചിപ്പിച്ചിട്ടുണ്ട്. സൈനിക തലത്തിലെ ചർച്ചകളിലൂടെ പോർമുഖത്തെ സേനാവിന്യാസം വെട്ടിച്ചുരുക്കാനുള്ള ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഡിഫൻസ് ഫ്രണ്ടിൽ നിന്ന് സൈനികരെ പിൻവലിക്കും. ഇരു രാജ്യങ്ങളും പോർമുഖം ശാന്തമാക്കും. പക്ഷേ വ്യോമ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ശത്രുവിൻ്റെ ഡ്രോണുകൾ കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാർഗവാസ്ത്ര എന്ന മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനും ഉപയോഗിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ 20% 3 ദിവസം കൊണ്ട് ഇന്ത്യക്ക് അടിച്ച് തകർക്കാൻ സാധിച്ചു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും കറാച്ചിയിലെ മാലിർ വ്യോമതാവളവും ഉൾപ്പെടെ 11 ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിൽ സർഗോദ, ബോലാരി വ്യോമതാവളങ്ങളിൽ വൻ നാശം ഇന്ത്യ വിതച്ചു. പാകിസ്ഥാൻ പോർവിമാനങ്ങളായ F-16, JF-17 എന്നിവയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇത് രണ്ടും. അനേകം വിമാനങ്ങളും തകർന്നിട്ടുണ്ട്. കൂടുതൽ വ്യക്തതയോടെ വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പാകിസ്ഥാനേറ്റ പ്രഹരത്തിൻ്റെ നേർചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. ബോലാരി വ്യോമതാവളത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ 50-ലധികം സൈനികർ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന് 40ഓളം പാക് ജവാന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യയുടെ കണക്ക്. പാകിസ്ഥാന്റെ നിരവധി സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. പാക് അജണ്ടകൾക്കനുസരിച്ച് വാർത്തകൾ പ്രചരിപ്പിച്ച തുർക്കി, ചൈനീസ് വാർത്താ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.